ഇപ്പൊ അങ്ങനെയാ ഒക്കെ വാട്സപ്പ് സ്നേഹം. മാതൃദിനത്തിന് പണ്ടപ്പോഴോ ഉമ്മാന്റെ അപ്പരുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് പറയും എന്റെ കരളിന്റെ കരളായ ഉമ്മാനെ പോയി നോക്കിയിട്ട് ഒരു മാസം തികഞ്ഞില്ല. അതൊക്കെ ഇപ്പം ഫാഷൻ. നിങ്ങൾ കാണല്ലേ 14 കൊല്ലത്തെ ദാമ്പത്യത്തിന് രാവിലെ തന്നെ കുളിച്ച് ഓളെ കൊണ്ട് ഒരു കുപ്പാടിയിച്ചിട്ട് ഓൻ ഒരു സെൽഫി എടുത്തിട്ട് പറയും ഇണക്കത്തിന്റെ പിണക്കത്തിന്റെ കുളിരിന്റെ കരുതലിന്റെ 14 കൊല്ലം. ഇതാര്യ ബോധ്യപ്പെടുത്തുന്നത്? നാട്ടുകാരെ. എന്തിന് ഞാക്ക് നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ച നിങ്ങൾക്കും അള്ളാന്റെ അടുത്തേക്കും പുണ്യം. ഇനി നല്ലവനാന്ന് ഓളെ ബോധ്യപ്പെടുത്തിയാൽ മതി, ഓള് നല്ലതാണ് എന്നെയും ബോധ്യപ്പെടുത്തിയാൽ മതി. അല്ലാണ്ട് എൻ്റെ അയൽപ്പക്കാരനെങ്കിൽ ബോധ്യപ്പെടുത്തണ്ട ഞാൻ ഭയങ്കര ഹാപ്പിയിലായിനോന്ന്. ആ അഭിനയ ലോകായിപ്പം മറ്റുള്ളവരെ കാണിക്കാനുള്ള സ്നേഹം. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ ഖബറിൽ പോലും പടച്ചോൻ സമാധാനം തരൂലെന്നാ. സ്വന്തം വാപ്പയമ്മയും നെഞ്ചു പൊടിഞ്ഞിട്ടാണ് ദുനിയാവെന്ന് പോയതെങ്കിൽ ഖബറിൽ പോലും പടച്ചോൻ സമാധാനം തരൂലെന്നാ. ഏത് മനുഷ്യനും അള്ളാഹ് ഖബറിൽ ഇളവ് കൊടുക്കും. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പെരുന്നാളിൻ്റെ ദിവസം, അതുപോലെ ആശൂറ, ലൈലത്തുൽ ഖദർ, അന്നൊക്കെ അല്ലാഹു തആല ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് ചെറിയ ചെറിയ ഇളവുകൾ കൊടുക്കും. ആ ഇളവ് പോലും പടച്ചോൻ കൊടുക്കൂല എന്ന് പറഞ്ഞത് ഒരേ ഒരു കൂട്ടർക്കാ. ഉക്കൂക്കല്ലുമ്മഹാത്ത്, സ്വന്തം മാതാപിതാക്കളെ മനസ്സ് വേദനിപ്പിച്ച മക്കൾക്ക്. കൂടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു ഉമ്മ മകനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കുന്നുണ്ടെങ്കിൽ ആ മകള് ആ ഉമ്മാക്ക് മകളാ. അത് മരുക്കളാണെങ്കിലും മക്കളാണെങ്കിലും രണ്ടു കൂട്ടരും ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും. നമ്മളെ മക്കൾ നമ്മളെ നേരെ തിരിഞ്ഞുക്കുമ്പോൾ നെഞ്ചിങ്ങനെ പെടയാൻ തുടങ്ങും. പെടയുന്നുണ്ട് പലരും. സ്വന്തം വാപ്പനെയും നല്ല നിലക്ക് നോക്കാത്ത മക്കൾക്ക് പടച്ചോൻ ദുനിയാവ് കൊടുക്കുന്ന ആദ്യത്തെ ശിക്ഷ എന്താണെന്നറിയോ? നെഞ്ചിൻ്റെ ഉള്ളിലുള്ളൊരു പെടച്ചിലാ. നമ്മളെ മക്കൾ നമ്മളെ നേരെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് പുകയാൻ തുടങ്ങും. അത് നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പെടയും. ഒരാളോട് പറയാൻ പോലും നമ്മളെ കൊണ്ട് പറ്റൂല. പക്ഷെ നമ്മൾ ഉള്ളിൽ ഇങ്ങനെ തികട്ടി വരും, ഇതെനിക്ക് കിട്ടണ്ടിയ. കാരണം മൂപ്പരമ്മനെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞയച്ച്, അത്രക്ക് കരയിപ്പിച്ചിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. ഇതെനിക്ക് കിട്ടേണ്ടത് എൻ്റെ അമ്മനെയും വാപ്പനെയും എനിക്ക് അങ്ങനെയാ നോക്കാൻ പറ്റിയിട്ടില്ല. ആ കുറ്റബോധം കൊണ്ട് നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് നീറി നീറി ജീവിക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, അത് മാറണം. എന്നെങ്കിലും ഖബറിലേക്ക് വെക്കണം. അക്കാലം വരെ ആ വേദന നെഞ്ചിൻ്റെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ടാ റബ്ബ് പറഞ്ഞതും, നിങ്ങളെ മാതാപിതാക്കളുടെ കണ്ണ് നിറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പടച്ചോനെ സമാധാനത്തോടെ കണ്ടുമുട്ടൂല. ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമായ ബന്ധമാ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ വീട്ടിലെ മാതാപിതാക്കളിൽ എത്ര പേർക്ക് നമ്മളോട് സമാധാനം ഉണ്ട്? നോക്കുന്നതിന് കണക്കാ. ഇതിൻ്റെ സ്വർഗ്ഗമാണ് എന്നുള്ള ചിന്തയല്ല, നോക്കുന്നതിന് കണക്കാ. 3 മാസാ കണക്ക്, 4 ആയി.